Welcome to Pro Talks by Elevate. I'm Anne Benjamin, and on today's episode, we have Kochosep Chitlapalli, who is the founder of V-Guard Industries. So, sir, it's an honor to have you on our show, and I'm really happy and I'm looking forward to this. Thank you. Thank you very much. And ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ യു സ്റ്റാർട്ടഡ് വിത്ത് വി ഗാർഡ് യു ഫൗണ്ടഡ് വി ഗാർഡ് ടു ദിസ് യുനോ ഒരു നോട്ടബിൾ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തി യു ഹാവ് റീച്ച് ദർ. വാട്ട് വാസ് എ ജേർണി ലൈക്ക്? ജേണിയെ പറ്റി പറയുകയാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജസ് സ്റ്റാർട്ടഡ് ആസ് എ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. നോട്ട് എ സ്മോൾ സ്കെയിൽ, അതൊരു ടൈനി ഇൻഡസ്ട്രി ആയിരുന്നു. അന്ന് എൻ്റെ എംബിഷൻ, അതിൻ്റെ മുമ്പ് എനിക്ക് ജോലിയായിരുന്നു. അപ്പോൾ ആ ജോലി വേറെ നല്ല ജോലി കിട്ടുന്നില്ല. അപ്പോൾ അതിനേക്കാളും ഒരു ബെറ്റർ വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു എയിം അന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ആ ജോലി ചെയ്തിരുന്ന സ്ഥാപനം അത്ര നല്ല നിലയിൽ പോയില്ല. അപ്പോൾ വേറെ നല്ല ജോലി കിട്ടിയില്ല. അതുകൊണ്ടാണ് വി ഗാർഡ് തുടങ്ങിയത്. എനിവേ, അപ്പോൾ അന്നത്തെ എംബിഷൻ നമുക്കൊരു സർവൈവൽ, അത് എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നി. പിന്നെ അത് കഴിഞ്ഞു, പിന്നെ പടിപടിയായിട്ട് വളർന്നു. പക്ഷെ എവരി സ്റ്റേജിൽ അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഇതിൽ നിന്ന് വാട്ട് നെക്സ്റ്റ്. കാരണം ആദ്യം സ്റ്റെബിലൈസർ മാത്രമായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഒരു പേടി, കാരണം സ്റ്റെബിലൈസർ മാത്രം കൊണ്ട് മുന്നോട്ട് പോവാം, എത്ര കൊല്ലം മുന്നോട്ട് പോവും. കാരണം ഇവിടുത്തെ വോൾട്ടേജ് ഫ്ലക്ച്വേഷനൊക്കെ നിന്നാൽ എൻ്റെ കാര്യം അവതാളത്തിലാവല്ലോ. സോ മാറി ചിന്തിച്ചു. ദെൻ ആഡഡ് മോർ ആൻഡ് മോർ പ്രോഡക്ട്സ് ലൈക്ക് സേ വാട്ടർ ഹീറ്റർ, വാട്ടർ പമ്പ്സ് ഓർ സോളാർ വാട്ടർ ഹീറ്റർ, സോ മെനി ഐറ്റംസ്. And again added the market to other parts of the country, Tamil Nadu, Karnataka, Andhra. So step by step ആണ്. ഞാൻ പറയും ഒരു ലോങ് ജേർണി ആയിരുന്നല്ലേ? ലോങ് ജേർണിയാണ്. ഇറ്റ് ടുക്ക് 47 years for me to reach up to this level. So going back to the beginning, you were you always sure that you wanted to start a business, or ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർവൈവൽ ഇതിൽ ആണോ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി. ഇൻ ദ സെൻസ്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനാവുന്ന എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം പാരൻസ് അവർക്ക് കൃഷിയായിരുന്നു, നാട്ടിൻപുറത്താണ് ജനിച്ചത്. അപ്പോൾ ദോസ് ഡേയ്സ് എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ അതൊരു അത്ര സക്സസ് സ്റ്റോറികളായിരുന്നില്ല. അപ്പോൾ അതിന് ഏതെങ്കിലും നല്ല ജോലി കിട്ടാനായിരുന്നു പഠിച്ചിരുന്നത്. So family ഇതിലേക്ക് inclined ആണോ, like you to start അല്ല, business? actually they were got surprised in the sense So are you the first business person from yeah. Okay. അപ്പോൾ ഇവൻ ഇത്രയൊക്കെ പഠിച്ചതല്ലേ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഫിസിക്സ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു എംബിഷൻ ഒരു കോളേജ് ലെക്ചറർ ആയാൽ മതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ല ജോലി കിട്ടിയാൽ മതി, കംഫർട്ടബിൾ. അപ്പോൾ അതിന് വിപരീതമായിട്ടാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനീഷ്യലി റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, പക്ഷേ somehow I was able to convince them. പിന്നെ അന്ന് കുറച്ചും കൂടി ധൈര്യം കൂടുതലായിരുന്നു, അന്ന് ബാച്ചിലർ ആയിരുന്നു. അപ്പോൾ Alright. So you started multiple business. Pala business, you were part of it, right? So what are the challenges that you face and how did you overcome it? But started with a single product at one time. Then after stabilizing that particular product, added one more product. Again added another product. ഞാൻ പറയും എൻ്റെ ജേണി കുറേ സ്ലോ ആൻഡ് സ്റ്റഡി ആയിരുന്നു. ഓരോ 3 years കൂടുമ്പോഴും ഏതെങ്കിലും പുതിയ പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും ഇറക്കാൻ ശ്രമിച്ചിരുന്നു. ചിലത് ഫെയിലിയർ സ്റ്റോറികളുണ്ട്. അത് എല്ലാം സക്സസ് ഒന്നല്ല. ആക്ച്വലി ഞങ്ങൾക്ക് വി ഗാർഡ് വാൾ ക്ലോക്സ് ഉണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജസ്. അതിന് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് അതിൻ്റെ ഒരു ഡിമാൻഡ് കുറഞ്ഞു. പിന്നെ മൊബൈലും എല്ലാം വന്നതിന് ശേഷം ക്ലോക്കിൻ്റെ ഒരു ഡിമാൻഡ് തന്നെ പോയി. എനിവേ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തത് പലതും ഉണ്ട്. അത് പറയാൻ തുടങ്ങിയ നമ്മുടെ ഇന്റർവ്യൂ തീരില്ല. So any key principle എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ when it comes to doing a business, or as a business person, as a philanthropist, any key principles that you follow all throughout? ഞാൻ
ഇതുപോലെ മറ്റ് യങ്സ്റ്റേഴ്സിനോടൊക്കെ പറയാറുള്ളത്, ഇൻക്ലൂഡിങ് ഞങ്ങളുടെ മാനേജേഴ്സിനോട്, നമുക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഞാൻ പറയും ക്വാളിറ്റി, ആഫ്റ്റർ സെയിൽ സർവീസ്, കസ്റ്റമർ കെയർ, ഇതില്ലാതെ, ക്വാളിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ഇന്നോവേഷൻസ് ഇല്ലാതെ ഒരു പ്രോഡക്റ്റും മാർക്കറ്റിൽ നിലനിൽക്കില്ല. അത് കാലാകാലങ്ങളിൽ അപ്ഗ്രഡേഷൻ വേണം, ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണം, ക്വാളിറ്റി സ്ട്രിക്റ്റ് ആയിരിക്കണം. പിന്നെ ഡീലിങ്ങിൽ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഡീലിങ്സ് വിത്ത് ഡീലറായാലും ശരി, റോ മെറ്റീരിയൽ സപ്ലയർ ആയാലും ശരി, എനിബഡി ഇൻ ദി സർക്യൂട്ട് മസ്റ്റാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല, അതായത് എത്ര നാൾ എത്ര പേരെ കബളിപ്പിക്കാൻ പറ്റും, ഓൺലി ഫോർ എ ഷോർട്ടർ പീരീഡ്. സോ ഇത് പുതിയ പ്രിൻസിപ്പിളൊന്നുമല്ല, ക്വൈറ്റ് സിമ്പിൾ. ഞാനത് ഫോളോ ചെയ്തതുകൊണ്ടായിരിക്കണം സക്സസ് വരാൻ കാരണം. സോ വേറെ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് that sets you apart from the competitors? Actually, from the very beginning itself, that time Keltron was dominating, Nelco, a Tata product was dominating in the market as a stabilizer market. അപ്പോൾ അതിനേക്കാളും ടെക്നിക്കലി വ്യത്യസ്തമായിട്ട് എനിക്ക് ചില അഡീഷണൽ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അതുപോലെ അതിൻ്റെ അപ്പിയറൻസ് വൈസും മറ്റതൊക്കെ അവരുടെ ഒരു പല പ്രോഡക്റ്റിൽ ഒരു പ്രോഡക്റ്റ് മാത്രമായിരുന്നു അവർക്ക് ഈ സ്റ്റെബിലൈസർ അവരുടെ ഒരു ലാസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും. എൻ്റെ അത് ഡെയിലി ബ്രെഡാണ്, ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അപ്പോൾ അത് ഒരു ബെറ്റർ ഫിനിഷ്, അപ്പിയറൻസ് വൈസ്, ടെക്നോളജി വൈസ്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, അതായത് നമ്മൾ എന്തെങ്കിലും പ്രത്യേകതകളില്ലാതെ മാർക്കറ്റിൽ കമ്പറ്റ് ചെയ്യുന്നതിനകത്ത് കാര്യമില്ല. പരസ്യം പറയും, പരസ്യത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പരസ്യം നമ്മളെ സപ്പോർട്ടീവായിരിക്കും, അല്ലാതെ നമ്മളെ ഫുള്ളായിട്ട് നമ്മളെ താങ്ങി നിർത്തില്ല. ഈ പറഞ്ഞ മാതിരി ക്വാളിറ്റി, അതിൻ്റെ സ്പെഷ്യാലിറ്റി, ആഫ്റ്റർ സെയിൽ സർവീസ്, ഓൾ ടുഗദർ. And I noticed something that you've stepped back from the business എല്ലാത്തിന്ന് മാറി അല്ലേ. ഇപ്പം you're back to being a philanthropist full time എന്ന് പറയാം, and also the Chitlipalli Foundation. What made you realize that you have to take a step back? ഞാൻ എത്ര ഗ്രാജുവൽ പ്രോസസ് ആയിരുന്നു അതോ? ഗ്രാജുവൽ പ്രോസസ് ആയിരുന്നു. കാരണം ആദ്യം എന്നോട് ചോദിക്കുകയാണ് ഫസ്റ്റ് നിങ്ങളുടെ അംബിഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഗ്രോ ചെയ്യണം അതായിരുന്നു. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അത് അറ്റൈൻ ചെയ്തു. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ലൈക്ക് അമ്യൂസ്മെൻറ്റ് പാർക്സ്, ഓക്കെ, അതും സക്സസ്ഫുൾ ആക്കാൻ പറ്റി. ദെൻ അപ്പോഴേക്കും മക്കളൊക്കെ വലുതായി വന്നു. അപ്പോൾ എനിക്ക് വേറൊരു പ്രത്യേകതയുള്ള, ഞാൻ തുടക്കം തൊട്ടേ ഞാൻ തന്നെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ കുറച്ചൊരു മടിയനാണ്. കാരണം കൊണ്ട് ഞാൻ പരമാവധി കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും. പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതിന് മുമ്പ് അവരെ നമ്മൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഡീറ്റെയിൽ ആയിട്ടും നമ്മൾ പഠിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താ എക്സ്പെക്റ്റ് ചെയ്യണേ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗാർഡ് ഗ്രൂപ്പിൽ ഒരുപാട് നല്ല എന്നെക്കാളും മിടുക്കരായിട്ടുള്ള മാനേജേഴ്സ് ഉണ്ട്, കഴിവുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു, റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തു, പവർ കൊടുത്തു. ദാറ്റ് വേ ഐ വാസ് ഏബിൾ ടു ഡൈവേഴ്സിഫൈ ഇൻ ടു ഡിഫറെൻറ്റ് ഏരിയാസ്. അത് കണ്ടിട്ടായിരിക്കണം മക്കളും എൻ്റെ കൂടെ ജോയിൻ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ അറ്റ് എനി പോയിന്റ് ഇവരെ എന്തെങ്കിലും പഠിപ്പിക്കേണ്ടതായിട്ടോ അല്ല അവരിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചതായിട്ടോ എന്തെങ്കിലും? തീർച്ചയായിട്ടും. ഇപ്പോൾ പുതിയ തലമുറ അവർക്ക് കുറേ കൂടി എക്സ്പോഷർ കൂടുതലുണ്ട്. ഞാൻ ആദ്യകാലത്തൊക്കെ എടുക്കാനുള്ള ഒരു അതിൽ കൂടുതൽ നോളജ് ബേസ്. അപ്പോൾ ഞാനൊക്കെ ആദ്യം പറയും, എനിക്ക് ടെക്നോളജി ഞാൻ അപ് ടു ഡേറ്റ് ആണെന്ന് പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ചോദിക്കുകയാണ് ടെക്നോളജി അപ് ടു ഡേറ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ ഔട്ട്ഡേറ്റഡ് ആണ്. അന്ന് ആയിരുന്നു, പക്ഷെ ഇന്ന് ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷെ ആ കാര്യത്തിൽ അവർ അപ് ടു ഡേറ്റ് ആയിരിക്കണം. ആയിരുന്നില്ലെങ്കിൽ അവർക്ക് തന്നെ പണി കിട്ടും.
Okay. Anything that you've learned from them? അവരിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് വിത്ത് റിലേറ്റഡ് ടു ഒരു ജനറേഷൻ ഗ്യാപ്പ് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസസ് ഇല്ലേ വെൻ അല്ല, ടേക്കിംഗ് ആക്ച്വലി ഡിസിഷൻസ്? വി ഗാർഡ് അതിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ അറിയാമല്ലോ. അതായത് സെക്കൻഡ് ജനറേഷനൊക്കെ വന്നതിന് ശേഷമാണല്ലോ അതിൻ്റെ ഗ്രോത്തിന് ഒന്ന് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റിയത്. ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ആയിരുന്നു. ഓക്കെ. പിന്നെ എന്നത് പബ്ലിക് ഇഷ്യൂ പോയി, പിന്നെ എക്സ്പാൻഷൻ മോഡ് കുറേ കൂടി സ്പീഡപ്പ് ചെയ്തു. അപ്പോൾ അതിലൊക്കെ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കാരണം ആ സമയമായപ്പോഴേക്കും നല്ലൊരു ബേസ് ഉണ്ടായി. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, വി ഗാർഡ് തുടങ്ങിയിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഒരു കമ്പ്യൂട്ടർ തന്നെ അവിടെ വാങ്ങിക്കുന്നത്. ആദ്യം വി ഗാർഡ് തുടങ്ങുമ്പോഴൊക്കെ കൈകൊണ്ടാണ്, മാനുവലായിട്ടാണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ എവരിതിങ്, ഈവൻ ഡ്രോയിങ് എല്ലാം. പിന്നെ എല്ലാം സ്ലോലി അത് ടെക്നോളജി ഇൻഫ്യൂസ് ചെയ്ത് അത് പോയി അവസാനം ഇപ്പോൾ എല്ലാം എന്താ പറയുക, ടെക്നോളജി ഡ്രിവൺഡായി, ഡിജിറ്റലി ഡ്രിവൺഡായി. അപ്പോൾ അവിടെയൊക്കെ ആക്ച്വലി ഞാനൊക്കെ മാറി നിന്ന് ഗൈഡൻസ് കൊടുക്കുകയുള്ളൂ. കാരണം എനിക്ക് തന്നെ അറിയാം, സ്ലൈറ്റ്ലി ഔട്ട്ഡേറ്റഡ്. അവർ നോക്കട്ടെ. ഓക്കെ. സോ യു ആർ മച്ച് ഇൻവെസ്റ്റഡ് ഇൻ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനിൽ. ഇപ്പം യു ആർ വെരി മച്ച് ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ പുതിയ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹൗ ഡു യു വോണ്ട് ടു ഇമ്പാക്ട് ദ കമ്മ്യൂണിറ്റി എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് വുഡ് യു വാണ്ട് ടു സേ? ഞാൻ തുടക്കം തൊട്ട് മക്കളുടെ അടുത്തൊക്കെ പറയാറുണ്ട്. അതായത് ഞാൻ നാട്ടിൽ നിന്ന് ആ കൂടി ഒരു 1 lakh റുപ്പി മാത്രമേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ, തറവാട്ടിൽ നിന്ന്. ബാക്കിയുള്ളതൊക്കെ നാട്ടുകാർ തന്നിട്ടുള്ളതാണ്, സന്തോഷത്തോടെ തന്നിട്ടുള്ളതാണ്. അപ്പോൾ വി ഹാവ് എ മോറൽ റെസ്പോൺസിബിലിറ്റി ടു ഗീവ് ബാക്ക്. ഇപ്പോൾ പുതിയ തിയറിയൊന്നുമല്ല, എത്രയോ വലിയ ഗ്രൂപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇൻ കമ്പയർഡ് ടു ടാറ്റ ഗ്രൂപ്പ് ഓർ സീം പ്രേംജി ഓർ നാരായണമൂർത്തി ഓർ സോ മെനി, അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ ചെറുതാണ്. പലപ്പോഴും ഞാൻ പറയും, കേരളത്തിൽ അധികം സക്സസ് സ്റ്റോറീസ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാനിവിടെ ഒരു നോട്ടഡ് പേഴ്സൺ ആയത്. അപ്പോൾ എനിവേ അതെൻ്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഒരു നല്ലൊരു പാർട്ട് ഓഫ് ദി എമൗണ്ട് പെർസെൻറ്റേജ് ഹാസ് ടു ഗോ ടു ചാരിറ്റി, സോഷ്യൽ സർവീസ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അത്. എന്തെങ്കിലും അപ്കമിങ് ആക്ടിവിറ്റീസ് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ട് കമ്മിങ് അണ്ടർ ചിറ്റലപ്പള്ളി? അല്ല, ആക്ച്വലി ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 10-12 വർഷം കൂടുതലായിട്ടുണ്ട്. 12 അല്ല, അത് കൂടുതലായി. അപ്പോൾ തുടക്കത്തിൽ എനിക്കും അതൊന്ന് പഠിച്ചെടുക്കാനുണ്ടായിരുന്നു. അതായത് ഏത് തരത്തിലുള്ള നീഡി പീപ്പിളിനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ 3-4 ഏരിയാസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒന്ന് മെയിനായിട്ട് ഹൗസിങ്. അതായത് ഇപ്പോഴും ഇത്ര ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്വന്തമായിട്ടൊരു വീടില്ലാത്തവരുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. അവർക്ക് വോയിസ് ഇല്ല അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളവരെ ധാരാളം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബിലോ പോവർട്ടി ലൈനിലുള്ളവർക്ക് ഹൗസിംഗ് ആണ് ഒരു പ്രധാന പ്രോജക്റ്റ്. അതുപോലെ മെഡിക്കൽ ഹെൽപ്പ് കാര്യം ഇപ്പോൾ കേരളത്തിൽ ഡെയിലി വേജസ് ഒക്കെ വളരെ കൂടുതലാണ്. ഇപ്പോൾ 2 പേരും ജോലിക്ക് പോവുകയാണെങ്കിൽ നല്ല പെർ ഡേ ഇൻകം ഉണ്ട്. ബട്ട് അതിലാരെങ്കിലും ഒരാൾ സിക്കായി കഴിഞ്ഞാൽ, അതൊരു മേജർ സർജറിയൊക്കെ വേണ്ടി വന്നാൽ ആ വീട് സർവൈവ് ചെയ്യില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു മെഡിക്കൽ സപ്പോർട്ട് ഫോർ നീഡി പേഷ്യൻസ്. പിന്നെയുള്ളത് നമ്മൾ ഹയർ എഡ്യൂക്കേഷന് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റിന്, ഫോർ എക്സാമ്പിൾ ITI ഓർ നഴ്സിംഗ്, അത്തരത്തിലുള്ള കോഴ്സിന് ചേർന്നിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പണത്തിന് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അവർക്കുള്ള ഫീസ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇതിനകത്ത് ആൾക്കാരെ ചൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? ഹൗ ഡു ദേ അപ്ലൈ ഫോർ ഇറ്റ്? ആൻഡ് ആക്ച്വലി ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയി. അപ്പോൾ ധാരാളം റിക്വസ്റ്റുകൾ പല ആംഗിളിൽ നിന്ന് വരും. ഫോർ എക്സാമ്പിൾ സർജറിയായിട്ട് ബന്ധപ്പെട്ട കേസാണെങ്കിൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് റെഫറൻസ് വരും. അപ്പോൾ നമുക്ക് അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്,
അതിൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം. ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിവില്ലാത്തവർക്ക് ഈ അതിനുള്ള ഹെൽപ്പ് കൊടുക്കാനുള്ള സ്കീമുകളുണ്ട്. എന്നിട്ട് ലോക്കലായിട്ടൊന്ന് എൻക്വയറി ചെയ്യും, പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ വഴിക്കുകയോ. അപ്പോൾ റിയലി നീഡി പേഴ്സണാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അധികവും പണം ഹോസ്പിറ്റലിലേക്കാണ് അയക്കുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ അത് റൈറ്റ് ഹാൻഡ്സിലെത്തുന്നു എന്നുള്ളൊരു വിചാരം. അതുപോലെ തന്നെ ഹൗസിങ്ങിൻ്റെ കാര്യത്തിലായാലും ശരി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാതൃഭൂമിയായിട്ട് യോജിച്ച് കുറേ വീടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റോട്ടറി ഇൻ്റർനാഷണലായിട്ട് ചേർന്നിട്ട് കുറേ വീടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു നെറ്റ്വർക്കിൻ്റെ ഒരു ഹെൽപ്പും കൂടി നമ്മൾ എൻ്റെ പുറകിൽ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ആൻഡ് ഓൾസോ ഈ ചിറ്റ്ലപ്പള്ളി സ്ക്വയർ ഇപ്പോൾ ഇത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവാണ്. സോ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? അത് ഈ സൈഡിലേക്ക് വേറെ സിറ്റീസിലേക്ക് ഇനി അത് ചെറിയൊരു ആശയമായിരുന്നു. കാരണം ഏകദേശം ഈ ചിറ്റ്ലപ്പള്ളി ഫൗണ്ടേഷൻ തുടങ്ങിയിട്ട് 10-12 വർഷമായപ്പോൾ ഞങ്ങളുടെ ഒരു മാനേജർ പറഞ്ഞു, സാർ ഇങ്ങനെ കുറേ പണം ഇങ്ങനെ പലർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് എൻ്റെ കൂട്ടത്തിൽ ഒരു ഫിസിക്കൽ ഒരു മോണിമെൻ്റ് വേണ്ടേ. അപ്പോൾ ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ചു, നിങ്ങളെന്താ സജസ്റ്റ് ചെയ്യുക? അപ്പോൾ പറഞ്ഞത്, നമുക്ക് വേണമെങ്കിൽ നല്ലൊരു എൻജിനീയറിങ് കോളേജ് തുടങ്ങാം, അല്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റൽ തുടങ്ങാം. അപ്പോൾ ഇത് രണ്ടും ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനതിനില്ല. കാരണം അഗെയിൻ അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ അഗെയിൻ നമ്മൾ നല്ല എമൗണ്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ നല്ല പ്രൊഫസർമാർ വേണം, അല്ലെങ്കിൽ നല്ല ഡോക്ടർമാർ വേണം. അപ്പോൾ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് ആലോചിച്ചപ്പോഴാണ് ഓക്കെ, നമ്മൾ എബ്രോഡൊക്കെ പോകുമ്പോൾ പല ഇതുപോലെയുള്ള പബ്ലിക് ഫെസിലിറ്റീസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാനത് പബ്ലിക് പാർക്കുകൾ വിത്ത് സ്പോർട്സ് ഫെസിലിറ്റീസൊക്കെ ആയിട്ട്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ അവിടുത്തെ താമസിക്കുന്നവർ പറയും അത് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയുടെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റേ അസോസിയേഷൻ്റെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വെൽ മെയിൻറ്റെയിൻഡ് അല്ല. അതായത് ഇവിടുത്തെ ഗവൺമെൻറ് പാർക്കുകളിലൊക്കെ പോകാനായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഇതൊരു അവസരമാണ് എന്നൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റാർട്ട് ചെയ്തത്. വേറെ സിറ്റീസിലേക്ക് ഇത് പോകുന്നുണ്ടോ? സോറി, കോൺസെപ്റ്റ് വേറെ സിറ്റീസിലേക്ക്? ഇല്ല, ഇമ്മീഡിയറ്റ് ആയിട്ടില്ല. കാരണം ഇതിനൊരു പേഴ്സണൽ അറ്റൻഷൻ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പലവരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തൃശ്ശൂരിൽ നിന്നൊക്കെ ചില ഗ്രൂപ്പ് വന്നിട്ട് ഇതിൻ്റെ ഈ മോഡലൊന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് വന്നിരുന്നു അവരുടെ അടുത്ത്, തൃശ്ശൂർ മാനേജ്മെൻറ്റ് അസോസിയേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ നിന്ന് ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇത് തുടങ്ങിയിട്ട് കാര്യമില്ല. പക്ഷെ ഇത് കമ്മ്യൂണിറ്റിക്കൊരു റിയലി ഒരു നീഡാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്യാൻ ഈസിലി ഡു ഇറ്റ്. അങ്ങനെ അതിന് വേണ്ട വല്ല സപ്പോർട്ട് വേണമെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് തരാമെന്നല്ലാതെ നമ്മൾ വേറെ സിറ്റിയിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ പ്ലാൻ ഇല്ല. ഓക്കെ. ആൻഡ് ഇപ്പം പുതിയ ഓൺടർപ്രണേഴ്സ് വരികയാണ്, ലൈക്ക് യങ് പീപ്പിൾ. How അല്ലെങ്കിൽ what advice would you give them on managing their family and business together? ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ഇപ്പോൾ യങ് ആൾക്കാർ എന്ന് പറയുമ്പോൾ they invest all their time and energy into business and family is getting laid back. So what is the advice that you will give them? അല്ല, അത് നമ്മൾ കരുതിക്കോളണം. അതായത് ഞാൻ പലപ്പോഴും പല ഫോറത്തിലൊക്കെ പ്രത്യേകിച്ച് കോളേജുകളിലൊക്കെ ടോക്കന് ചെല്ലുമ്പോൾ ഞാൻ പറയും, ഞാൻ അവരെ പേടിപ്പിക്കും. അതായത് നിങ്ങൾ ധൃതി പിടിച്ച് ഒന്നും ബിസിനസ്സിലേക്ക് ചാടല്ലേ, നല്ല ഒരു വിഷൻ ഉണ്ടെങ്കിലേ ചെയ്യാവൂ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തത്, ഞാനൊരു 3 years വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടി. നിങ്ങൾ കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സിലബസിൽ പഠിക്കുന്ന കാര്യങ്ങളല്ല പുറത്ത് നടക്കുന്നത്, മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മാർക്കറ്റ് എന്താണെന്ന് അറിയണമെങ്കിലും അതിൻ്റെ ഒരു ബിസിനസ് എന്താണെന്ന് അറിയണമെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും 3-4 വർഷം വർക്ക് ചെയ്യാൻ സാധിച്ചാൽ നല്ല കാര്യമായിരിക്കും. അല്ലാതെ
ഗവൺമെൻറ് പറയും സ്റ്റാർട്ടപ്പിന് ഞങ്ങൾ ഫണ്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ധൃതി പിടിച്ച് തുടങ്ങിയിട്ട് പിന്നീട് അത് ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജോലിയും കിട്ടില്ല, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവും. അതിനേക്കാൾ നല്ലത് കുറച്ച് എക്സ്പീരിയൻസോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് എപ്പോഴും നല്ലത്. പിന്നെ അൺലൈക്ക് അതർ പ്രൊഫഷൻ, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വേണമെങ്കിൽ അതിൻ്റെ GM ആയിട്ടിരിക്കാനായിട്ട് എളുപ്പമുണ്ടാവും. കാരണം അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇത് സ്ട്രക്ചർ ഉണ്ടാക്കേണ്ട ജോലി നിങ്ങൾക്ക്, അത് മാനേജ് ചെയ്യേണ്ട ജോലി നിങ്ങൾക്ക്, ഫിനാൻസ് കണ്ടെത്തേണ്ട ജോലി നിങ്ങൾക്ക്. അപ്പോൾ ഇതൊരു ഒരു ബിഗ് ടാസ്ക്കാണ്. അതിനൊക്കെ തയ്യാറാണെങ്കിൽ അതിലേക്ക് വരാൻ പാടുള്ളൂ. പിന്നെ ഇനീഷ്യൽ സ്റ്റേജസ് നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയൊക്കെ നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഫസ്റ്റ് പ്രയോറിറ്റി സർവൈവലാണല്ലോ നാച്ചുറലി. അതിനൊക്കെ ഉള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തുടങ്ങാവൂ എന്ന് ഞാൻ പറയാറുണ്ട്. ഓക്കെ. സോ ബിഫോർ യു ഗോ, ഒരു ബിസിനസ് മാൻ വേണ്ട കീ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? എൻ്റെ സക്സസിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ്, ഒരു ക്വാളിറ്റി കോൺഷ്യസ്നെസ്, കസ്റ്റമർ കെയർ എന്ന് പറയുമ്പോൾ അത് ആഫ്റ്റർ സെയിൽ സർവീസ്. ചില കമ്പനികൾ ഇതേമാതിരി ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരിക്കാം, അത് കഴിഞ്ഞിട്ട് 1 year കഴിയുമ്പോൾ ഗ്യാരണ്ടി കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കട്ട് ത്രോട്ടായിട്ട് എക്സോർബിറ്റൻ്റായിട്ട് ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്യാരണ്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളൊരു ഫീലിംഗ്. അല്ല, ഇത് 10 കൊല്ലം കഴിഞ്ഞാലും 15 കൊല്ലം കഴിഞ്ഞാലും ഇത് നിങ്ങളുടെ പ്രോഡക്റ്റ് തന്നെയാണ് ആയിരുന്നല്ലോ. അപ്പോൾ അതിന് എന്താണെങ്കിൽ റീസണബിൾ പ്രൈസിൽ അല്ലെങ്കിൽ എക്സ്പെൻസിൽ അത് സർവീസ് ചെയ്ത് കൊടുക്കാനുള്ള ബാധ്യസ്ഥത നമുക്കുണ്ട്. എനിക്ക് തോന്നുന്നു V-Guardൻ്റെ ഒരു സക്സസിൻ്റെ പ്രധാന കാരണം അതാണ്. അതായത് ക്രിയേറ്റിംഗ് മോർ ആൻഡ് മോർ ഹാപ്പി കസ്റ്റമേഴ്സ്. ആരെങ്കിലും ഒരു അൺഹാപ്പി കസ്റ്റമർ ഉണ്ടെങ്കിൽ അയാളൊരു 10 പേരോട് നമ്മളെപ്പറ്റി കുറ്റം പറയും, പറയാതിരിക്കില്ല. അപ്പോൾ അത് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാനേ പറ്റുള്ളൂ. അത് സീറോ ആക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ ചില കംപ്ലൈൻ്റ് ഉണ്ടാവാം. പക്ഷേ ലോങ് ടേം സക്സസ് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഹൗസ്, അതായത് നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ മാനേജേഴ്സ്, അവരൊന്നും ഇല്ലാതെ നമുക്ക് ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് വലുതാക്കാൻ പറ്റില്ല. വലുതാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്റ്റാഫ് വേണം. അതിൽ മിടുക്കരായവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. അവർ ഫോർ എക്സാമ്പിൾ ഞങ്ങളൊക്കെ തുടക്കത്തിലൊന്നും നമുക്ക് വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെയൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അവർ നമ്മൾ തന്നെ ഇൻഹൗസ് ട്രെയിനിങ്ങും പിന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് പാർട്ട് ടൈം കോഴ്സുകൾക്കും ഒക്കെ വിട്ട് ഇപ്പോൾ അന്ന് വെറുതെ ജസ്റ്റ് സൂപ്പർവൈസറായിട്ട് വന്നവരും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ജൂനിയർ എഞ്ചിനീയർ ആയിരുന്നവരൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ലെവലിലൊക്കെ വർക്ക് ചെയ്യാണ്. അപ്പോൾ ചിലരൊക്കെ റിട്ടയർ ചെയ്തിട്ടും കണ്ടിന്യൂ ചെയ്യിക്കുന്നവരെ. അപ്പോൾ ഞാൻ കളിയാക്കി ചോദിക്കുക, എന്താ അവരെയൊക്കെ വിടാത്ത, എന്താ പുതിയ ആൾക്കാർ കണ്ടുപിടിക്കാത്ത? That's nice. So thank you so much for coming over. It was wonderful. And ഇതിൽ നിന്ന് ഒത്തിരി പേര് എന്തെങ്കിലുമൊക്കെ പഠിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Thank you so much once again. Thank you very much.